ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന ചമയങ്ങളുടെ പ്രദർശനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്തു. തെക്കേനാട് ശ്രീവത്സം അനക്സ് മന്ദിരത്തിലെ കൃഷ്ണഗീതി ഹാളിൽ നടക്കുന്ന പ്രദർശനം പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ ഭക്തർക്ക് കാണാവുന്നതാണ്. ക്ഷേത്രം ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന പഴയ ചുമർ ചിത്രങ്ങൾ, പഴയ പഴുക്കാമണ്ഡപം, കൃഷ്ണനാട്ടം ചമയങ്ങൾ, ക്ഷേത്രത്തിലുള്ള ആന ചമയങ്ങൾ എന്നിവയുൾപ്പെടെ പ്രദർശനത്തിലുണ്ട്. ഇതാദ്യമായാണ് ദേവസ്വം ചമയ പ്രദർശനം. അടുത്ത വർഷം മിക്കവാറും അത് 8 കമ്മിറ്റികൾ വേണ്ടിവരും. കാരണം ഇതിനു വേണ്ടി മാത്രം ഈ ചമയ പ്രദർശനം ഉത്സവം തുടങ്ങുന്ന അന്ന് ദിവസം മുതൽ തീർച്ചയായിട്ട് 10 ദിവസവും ഉത്സവം അവസാനിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള വളരെ വിപുലമായിട്ടുള്ളൊരു ചമയ പ്രദർശനം നടത്താനൊരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതിന് വലിയ സജ്ജീകരണങ്ങൾ വേണ്ടിവരും. അതിനുവേണ്ട സംഭാരങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങളൊരു 3 ദിവസം കൊണ്ട് നോക്കിയപ്പോൾ കിട്ടിയിരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വിചിത്രമായിട്ട് തോന്നുന്നത്, നമ്മളെല്ലാവരും വളരെ ഭക്തിപൂർവം തൊഴുതു വണങ്ങുന്ന ഈ ഉത്സവകാലത്ത് എല്ലാ ദിവസവും തൊഴുതു വണങ്ങുന്ന പഴുക്കാമണ്ഡപത്തിൻ്റെ പഴയ രൂപമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതന്ന് മരത്തിൽ പണിതിട്ടുള്ള പഴുക്കാമണ്ഡപമാണ്. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനം, ഗുരുവായൂർ ക്ഷേത്രം എത്രത്തോളം മുന്നേറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടി ആണ്. ഇന്നിപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ വളരെ ഇതായിട്ട് തോന്നുന്നു, ഇതിലായിരുന്നോ ഗുരുവായൂരപ്പനെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിടമ്പെഴുന്നള്ളിച്ച് വെച്ചിരുന്നത് എന്ന് തോന്നാവുന്ന രീതിയിൽ. കാരണം അത്രമാത്രം ഇത് ചെയ്തിട്ടുണ്ട്, ഗുരുവായൂർ മാറിയിട്ടുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ ഭക്തന്മാരറിയണം. അവരുടെ മനസ്സിലേക്ക് ഈ മാറ്റത്തിൻ്റേതായിരിക്കുന്ന ആ ഗതിവിഗതികളൊക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിക്കണം. അങ്ങനെ ഗുരുവായൂർ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്, അതും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചരിത്ര രേഖ കൂടിയായിട്ട് നമുക്ക് ഈ ചമയ പ്രദർശനം മാറ്റിയെടുക്കേണ്ടതുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഇത് വന്ന് കാണണം.